Hi everyone, this is me Arya Prajosh from Scale Up Mission School of Business Management and all. So today I am here with a new video explaining how to find your passion in business. Especially when it comes to a business, നമ്മൾ തുടങ്ങുന്ന കാര്യം നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒന്നാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ബിക്കോസ് ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ പിടിച്ചു നിൽക്കും. അതല്ല നമ്മുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ തളർന്നു പോകാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട്. സോ പലരും പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് സ്റ്റക്കായി പോകുന്ന ഒരു ഏരിയ ആണ് പാഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി പാഷൻ എന്ന് പറയുന്നത് ദ തിങ് ദാറ്റ് വി ലവ്. സോ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നതെന്ന് നമ്മൾ ചിന്തിക്കാം. അതായത് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ അത്ര ഇൻവോൾവ് ആയിട്ടല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ കാര്യത്തിനോട് അത്തരത്തിലൊരു ഇഷ്ടമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ചില കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ 100% അതിൽ ഇൻവോൾവ് ആയിട്ട് നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടെ ആ കാര്യം ചെയ്യും. സോ അതാണ് ആക്ച്വലി നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ട് നമ്മളെ കൂടെയുള്ള ആളുകളോട് ചോദിച്ചിട്ടും പിന്നെ എന്ത് കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ അത്തരത്തിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്തിട്ടും പിന്നെ നമ്മളുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചിട്ടും നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ അത്തരത്തിൽ എന്താണ് നമ്മുടെ ഇഷ്ടം, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ ഇപ്പൊ നമുക്ക് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരു നെക്സ്റ്റ് 21 ഡേയ്സിലേക്ക് നമ്മൾ ആ കണ്ടെത്തിയ ഏരിയയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ മ്യൂസിക് ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ മ്യൂസിക്കിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 21 ഡേയ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഈ ഒരു കാര്യത്തിനും കൂടെ ഒരു 2 hours മിനിമം ഒരു 2 hours എങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുക. അത്തരത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതായത് ഒരു കാര്യം എന്ന് പറയുന്ന സമയത്ത് അതിന് ഒരുപാട് വശങ്ങളുണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മ്യൂസിക് എടുക്കുകയാണെങ്കിൽ എന്താണ് മ്യൂസിക്, അതിന്റെ പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ ട്രെൻഡ്സ് ഓഫ് മ്യൂസിക് എന്തൊക്കെയാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഈ ഒരു സമയം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൽ എത്രത്തോളം അപ്ഡേറ്റഡ് ആവാൻ സാധിച്ചു എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഈ ഒരു കാര്യം ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ബാക്ക് ഓഫ് പ്ലാൻ എപ്പോഴെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ, ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ നമുക്ക് തോന്നിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ടിക്ക് ചെയ്ത് യെസ് ഓർ നോ എന്നുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ടാണ് ചെയ്തത്, എത്രത്തോളം നമുക്ക് അതിനെപ്പറ്റി അപ്ഡേറ്റഡ് ആവാൻ പറ്റി. ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കിട്ടിയ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ വി ഷുഡ് കീപ് ഇറ്റ് അപ്പ്. അതായത് ഇതാണ് നമ്മുടെ ഏരിയ എന്ന് മനസ്സിലാക്കി അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തും. അതല്ല നേരെ മറിച്ചൊരു നെഗറ്റീവ് റിസൾട്ട് ആണ് നമുക്ക് ഈ ഒരു ഫൈൻഡിങ്സ് കിട്ടിയതെങ്കിൽ, അതായത് നമുക്കൊരു മടുപ്പാണ് ഈ കാര്യത്തിൽ വന്നത്, അതായത് ഈ കാര്യം ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തിയതെങ്കിൽ യു ക്യാൻ കീപ്പ് ഓഫ്. ലൈക്ക് നമുക്ക് ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അപ്പൊ അത് ഇവിടെ വെച്ച് നിർത്താം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറും. അതായത് നമ്മുടെ മൈൻഡ് തന്നെ നമ്മളോട് പറയും ഇത് എനിക്ക് പറ്റിയ പണിയല്ല, ജസ്റ്റ് ലീവ് ഇറ്റ് എന്ന്. സോ പാഷൻ എന്ന് പറയുമ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. കീപ് ഗോയിങ് ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.